ജ്ഞാനായ കത്തോലിക്ക യൂത്ത് ലീഗ് യുവജന ദിനവുമായി ബന്ധപ്പെട്ട് യൂണിറ്റ് ഫൊറോന അതിരൂപതാ തലങ്ങളിൽ യുവജന സമ്മേളനങ്ങൾ നടത്തിയിരുന്നു. നടന്ന സമ്മേളനങ്ങളിൽ പലയിടത്തും DJ പാർട്ടിയും നടത്തി. അതിൽ പങ്കെടുത്ത പല കുട്ടികൾക്കും ചുഴലി ഉണ്ടായി വീണെന്നും ഈ പരിപാടി സാത്താൻ ആരാധനയിലേക്കാണ് യുവജനങ്ങളെ നയിക്കുന്നതെന്നും അതിനെ നടത്തരുതെന്നും പറഞ്ഞുകൊണ്ട് വേദനയോടെ കോട്ടയം അതിരൂപതാ നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുന്ന ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ചേർപ്പുകൽ ഇടവക KCYL ഡയറക്ടർ ഷിമി സ്റ്റീഫൻ മഞ്ഞങ്ങളാണ് ഓഡിയോ പുറത്തിറക്കിയിരിക്കുന്നത്. മോനിപ്പള്ളിയിൽ നടന്ന അതിരൂപത സമാപന സമ്മേളനത്തിൽ സന്തോഷ് ജോർജ് കുളങ്കര നടത്തിയ മോട്ടിവേഷൻ ക്ലാസ് കേൾക്കാൻ അധികം യുവജനങ്ങൾ ഉണ്ടായിരുന്നില്ല. തുടർന്ന് നടന്ന DJ പാർട്ടിയിൽ അവരുടെ സാന്നിധ്യവും വലിയ തോതിലുണ്ടായിരുന്നു. DJ എന്നാൽ ഡിസ്ക് ജോക്കി എന്നാണ്. ഒരു പാർട്ടിയുടെയോ പമ്പിന്റെയോ ക്ലബിന്റെയോ പ്രേക്ഷകർക്കായി സംഗീതം പ്ലേ ചെയ്യുന്ന വ്യക്തിയാണ് DJ എന്ന വാക്ക് പരാമർശിക്കുന്നത്. ഒരു ഡിസ്ക് ജോക്കി സാധാരണയായി ജനപ്രിയ ഗാനങ്ങൾ പ്ലേ ചെയ്യുകയും അധിക സംഗീതമോ വരികളോ മിക്സ് ചെയ്യുകയോ ചെയ്യുന്നു. ചിലപ്പോൾ യഥാർത്ഥ ഗാനം ഒരു പുതിയ സംഗീതവും അധിക വരികളും ഉപയോഗിച്ച് പൂർണ്ണമായും മാറ്റപ്പെടും. റെക്കോർഡ് ചെയ്യുന്ന സംഗീതത്തിന്റെ 2 ഉറവിടങ്ങൾ എങ്കിലും പ്ലേ ചെയ്യാൻ കഴിയുന്ന ഓഡിയോ ഉപകരണങ്ങൾ DJകളിൽ സാധാരണയായി ഉപയോഗിക്കാറുണ്ട്. റെക്കോർഡിങ്ങുകൾക്കിടയിൽ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നതിനാൽ പാട്ടുകളുടെ തനതായ മിശ്രിതങ്ങൾ വികസിപ്പിക്കുന്നതിനും ട്രാക്കുകൾ ഒരുമിച്ച് ചേർക്കാനും ഇതുവരെ പ്രാപ്തരാക്കുന്നു. അങ്ങനെ ഒരുമിച്ച് പ്ലേ ചെയ്യുമ്പോൾ അവയുടെ താളങ്ങളും ടെമ്പോകളും ഏറ്റുമുട്ടില്ല. ഒരു പാട്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് സുഗമമായ മാറ്റം സാധ്യമാകുന്നു. ചുരുക്കത്തിൽ DJയിൽ പാടുന്ന പാട്ടിന് സ്ഥിരമായ വരികളില്ല. പാട്ടുകാരൻ പല പാട്ടിന്റെ മിക്സിംഗ് ആണ് നടത്തുന്നത്. കാഴ്ചയിലും കേൾവിയിലും ഒരു പുതുമയാണ് DJ. പാട്ടിന്റെ മിക്സിംഗ് പോലെ യുവതി യുവാക്കളുടെ മിക്സിങ്ങും ഉണ്ടാകുന്നുണ്ട്. കൂട്ടം ചേർന്ന് തള്ളുകയും ആടിത്തിമിർക്കുകയും പല ഗോഷ്ഠികളും കാണിക്കുന്നു. ചിലരൊക്കെ ഫിക്സ് ഉണ്ടായി മറിഞ്ഞു വീഴുന്നു. DJയെ എതിർക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ഇവിടെ ആകർഷകരാകുന്നത് മറ്റൊന്നിലും ആക്റ്റീവ് അല്ല. വീടും നാടും അവർക്ക് അന്യമാകുന്നു. കൂട്ടം ചേർന്നുള്ള മദ്യസേവയിൽ ആരംഭിച്ച് മയക്കുമരുന്നിൽ അഭയം തേടി ഏതെങ്കിലും വെളിയമ്പറമ്പിൽ കിടന്ന് ജീവിതം അവസാനിക്കുകയോ സ്വബോധം നഷ്ടപ്പെട്ടവരായി മറ്റുള്ളവർക്ക് ബാധ്യതയായി മാറുകയോ ആണ് ചെയ്യുന്നത്. DJ സംഗീതത്തിന്റെ ഉച്ചസ്ഥായിയിൽ സാത്താൻ ആരാധനയാണ് കടന്നു വരുന്നത്. കൂരിരുട്ടിൽ സ്റ്റേജിൽ ഇടയ്ക്കിടെ മിന്നുന്ന ചെറിയ വെട്ടം മാത്രമേ DJയിൽ ഉണ്ടാകൂ. മനുഷ്യനിലുള്ള എല്ലാ നന്മയും കെടുത്തിക്കളയുന്ന പൈശാചികതയിലേക്കാണ് യുവജനങ്ങൾ എത്തിപ്പെടുന്നത്. തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്ന മനുഷ്യപ്രകൃതി ഇതിന് ഏറെ സഹായകരവുമാണ്. KCYL കുട്ടികളിലേക്ക് DJ കൊണ്ടുവന്നത് യുവ വൈദികർ തന്നെയാണ്. ആത്മീയതയെക്കുറിച്ചോ സദാചാരത്തെക്കുറിച്ചോ താല്പര്യമില്ലാത്ത ഭൗതിക താല്പര്യത്തിന്മേൽ വെള്ള പുതപ്പിച്ച് പട്ടമേറ്റു വന്നിരിക്കുന്ന പുത്തനച്ഛന്മാർ ചെറുപ്പക്കാരെ സംഘടിപ്പിക്കാൻ നടത്തുന്ന എളുപ്പപ്പണിയാണിത്. KCYL ഡയറക്ടറിന് ഈ പൈശാചിക കുറ്റത്തിൽ നിന്നും രക്ഷപ്പെടാനാവില്ല. അതിരൂപതാ നേതൃത്വവും ഉത്തരവാദികളാണ്. കഴിഞ്ഞ വർഷം മംഗലാപുരത്ത് നടന്ന KCYL സമ്മേളനം മുതൽ DJ പാർട്ടിയെക്കുറിച്ച് എതിർപ്പുകൾ ഉണ്ടായതാണ്. മുൻ KCYL പ്രസിഡന്റ് ലിബിൻ പാറയിലും സമാധാനം പറഞ്ഞേ മതിയാകൂ. ജൂലൈ 21 ഞായറാഴ്ച മോനിപ്പള്ളിയിൽ നടന്ന സമ്മേളനത്തിൽ KCYL പ്രസിഡന്റ് മെത്രാന്റെ ചാരത്തിരുന്ന് പ്രസംഗിച്ചത് DJ പാർട്ടിയെക്കുറിച്ച് ചില എതിർപ്പുകൾ ഉണ്ടെന്നും മൂലക്കാട്ട് മെത്രാന്റെ അറിവോടെയും സമ്മതത്തോടെയുമാണ് DJ നടത്തുന്നത്, ഇനിയും അത് നടക്കും എന്നും പറഞ്ഞു. കുറെ വർഷങ്ങളായി KCYL സമ്മേളനങ്ങൾ മദ്യസേവയിൽ ആറാടി തല്ലിപ്പിരിയുകയാണ്. ഒരിക്കൽ കല്ലറപ്പള്ളിയിൽ വെച്ച് നടന്ന സമ്മേളനത്തിന് ശേഷം പെരുവഴിയിൽ അരങ്ങേറിയ അടിപിടിയെക്കുറിച്ച് ഡയറക്ടർ അച്ഛൻ പറഞ്ഞത് മീറ്റിംഗ് കഴിഞ്ഞ് നടന്ന സംഭവത്തിൽ ഉത്തരവാദിത്തമില്ല എന്നാണ്. മദ്യസേവയെക്കുറിച്ച് പറഞ്ഞത് ചെറുപ്പക്കാരല്ലേ, വല്ലപ്പോഴും ഒക്കെ അല്പമാകാമെന്നാണ്. ഇത്തരം സംഭവങ്ങളോടെ പിൻവലിഞ്ഞു നിന്നവരെ കൂട്ടാനാണ് DJ തുടങ്ങിയതെന്ന് അനുമാനിക്കാം. സംഘടനാ പാഠവുമില്ലാത്ത കൊച്ചച്ഛന്മാർ സമ്മേളനത്തിൽ ആളെ കൂട്ടി മിടുക്ക് കാണിക്കാൻ നടത്തുന്ന ഹീന പ്രവൃത്തികളാണിതെല്ലാം. പള്ളിയിൽ ചെറുപ്പക്കാരെ കൂട്ടാനുള്ള വിദ്യകളൊന്നും ഇവരുടെ പക്കലില്ല. പുരോഗമന ചിന്തകളുടെ ഹൈടെക് പ്രായോഗികതയിൽ ചൈതന്യം നഷ്ടപ്പെട്ട വൈദികർ കാട്ടിക്കൂട്ടുന്ന പ്രതിസന്ധി വിശ്വാസികൾക്ക് ഉതപ്പുണ്ടാക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. യുവജനങ്ങളുടെ സാമൂഹ്യമായ വളർച്ചയ്ക്കും കഴിവുകൾ തെളിയിക്കാനും സംഘടനാ പ്രവർത്തനം അത്യാവശ്യമാണ്. മെത്രാൻ നിയന്ത്രിത സംഘടനകളല്ല അവർക്ക് വേണ്ടത്. 60കളിൽ ക്രൈസ്തവ കോളേജുകളിൽ ഉണ്ടായിരുന്ന ഐക്യഫ് എന്ന സ്വതന്ത്ര സംഘടന വഴിതെറ്റുന്നു എന്നാരോപിച്ച് മെത്രാൻമാർ ഇല്ലാതാക്കി. ആ ചെറുപ്പക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ അഭയം തേടി. 80കളിൽ ചെറുപ്പക്കാരിലൂടെ കേരളത്തിൽ കടന്നു വന്ന കരിസ്മാറ്റിക് നവീകരണം മെത്രാൻമാർ പൊളിച്ചടുക്കി. കൂട്ടപ്രാർത്ഥനകളൊന്നും വേണ്ട, തങ്ങൾ തരുന്ന കൂതാശ മതിയെന്നായി യുവജനം വഴിതെറ്റുന്നു എന്ന ആരോപണമായിരുന്നു. ആ മുന്നേറ്റത്തിന് നേരെ ഉയർത്തിയത് അവരിൽ പലരും മറ്റ് ക്രൈസ്തവ സെക്റ്റുകളിൽ അഭയം തേടി പാരലായി സന്യാസ വൈദികർ ആരംഭിച്ച ധ്യാന കേന്ദ്രങ്ങൾ ക്രിസ്തുവിനെ മാജിക്കുകാരനാക്കിയ വിശ്വാസികളെ പിഴിയുന്ന ഇടങ്ങളായി. അവരുടെ വഴിതെറ്റിക്കലുകൾ മെത്രാൻമാർക്ക് പ്രശ്നമല്ല. അൽമായ മുന്നേറ്റങ്ങളെ വഴിതെറ്റൽ ആരോപിച്ച് നിരോധിക്കാനല്ലാതെ നന്നായി നടത്താൻ മെത്രാൻമാർ മെനക്കെടാറില്ല.